മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളപ്പെടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. കർത്താവായ യേശു ക്രിസ്തു ചെയ്ത രണ്ട് വലിയ അത്ഭുതങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ രണ്ട് അത്ഭുതങ്ങളും കർത്താവ് ചെയ്തു കൊടുത്തത് ദൈവാലയത്തിൽ കയറാൻ പ്രവേശനം ചെയ്യാൻ അർഹതയില്ലാത്ത വ്യക്തികൾക്കാണ്. അപ്പോൾ ഒന്നാമത്തെ അത്ഭുതം ചെയ്തു കൊടുക്കുന്നത് ഒരു കുഷ്ഠരോഗിക്കാണ്. കുഷ്ഠരോഗിക്ക് ദൈവാലയത്തിൽ കയറി ചെല്ലാൻ കഴിയില്ല. എന്താണ് കാരണം? ആ കാലഘട്ടത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്തിരുന്ന കൽപ്പന പ്രകാരമാണല്ലോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവാലയത്തിൽ അശുദ്ധിയുള്ള വ്യക്തികൾക്ക് കടന്നു വരാനായിട്ട് സാധിക്കില്ല. ഈ അശുദ്ധിയുള്ള വ്യക്തികളുടെ ലിസ്റ്റിൽ പെടുന്ന വ്യക്തികളാണ് കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗികൾ അവരുടെ ശരീരത്തിലുള്ള കുഷ്ഠം പൂർണ്ണമായി മാറിയ ശേഷമേ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സിറ്റിസൺഷിപ്പ് യഹൂദന്മാരുടെ ഇടയിൽ കിട്ടുകയുള്ളൂ. അവർക്ക് ദൈവാലയത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുള്ളൂ. ഈ കുഷ്ഠം പകരുന്ന ഒരു രോഗം കൂടി ആയതുകൊണ്ട് കുഷ്ഠരോഗികളെ ദൈവാലയത്തിലേക്ക് കടത്തി ഇല്ല എന്ന് മാത്രമല്ല, മുടന്തർ, ചെകിടർ, കുരുടന്മാർ, ഇവർക്കാർക്കും ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അവരെ പോലെ ഭിക്ഷ യാചിക്കാൻ പോലും അന്ന് ഈ കുഷ്ഠരോഗികളെ അനുവദിച്ചിരുന്നില്ല. കുഷ്ഠരോഗികൾ എന്ന് പറയുന്ന വ്യക്തികൾ ആലയത്തിന് മാത്രമല്ല പട്ടണത്തിനും പുറത്ത് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കുഷ്ഠരോഗികളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കുഷ്ഠരോഗി യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നത്? യേശുക്രിസ്തു ഒരു റബിയല്ലേ, ഒരു പുരോഹിതന്മാരെ പോലെ, പരീശന്മാരെ പോലെ, ശാസ്ത്രിമാരെ പോലെ വേദപുസ്തകം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ, ഒരു ഗുരുവല്ലേ. എങ്ങനെയാണ് ഈ കുഷ്ഠരോഗിക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ആ കാലഘട്ടത്തിൽ വരാനായിട്ട് സാധിച്ചത്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി ഒരു മലേൻ്റെ മുകളിലേക്ക് കയറിപ്പോയി.
അത് ഈ പട്ടണത്തിന് പുറത്തുള്ള ഒരു മലയാണ്. ആ മലേൻ്റെ മുകളിൽ കയറി കർത്താവ്, നമുക്കെല്ലാവർക്കും അറിയുന്ന മഹാത്മാഗാന്ധി വളരെയധികം സ്നേഹിച്ചിരുന്ന ആ ഫേമസ് ആയിട്ടുള്ള ഗിരിപ്രഭാഷണം മത്തായി 5, 6, 7 ഈ 3 അധ്യായങ്ങളിൽ നടത്തുവാനായിട്ടിടയായി. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കർത്താവ് പറയുന്നത്, ഞാൻ ദൈവം തന്നിരിക്കുന്ന, മോശെ മുഖാന്തരം ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥകളെ, ന്യായപ്രമാണത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന വ്യക്തിയല്ല, മറിച്ച് ആ ന്യായപ്രമാണത്തെ മുഴുവനായും അനുസരിക്കാനും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കാനും വന്ന വ്യക്തിയാണ്. ന്യായപ്രമാണത്തിലെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരികയില്ല. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും നോക്കി കർത്താവ് പറയുകയാണ്, ഇവരുടെ നീതിയെ കവിയുന്ന നീതി ഈ ന്യായപ്രമാണം അനുസരിക്കുന്ന കാര്യത്തിൽ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങളും ദൈവരാജ്യത്തിലേക്ക് കടക്കുകയില്ല. അപ്പോൾ എന്താ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ന്യായപ്രമാണം അവർക്ക് ഈ മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ആ വിശദീകരിച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ ന്യായപ്രമാണത്തിൽ ഒന്നും ചേർക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞ ശേഷം കർത്താവ് തന്നെ ന്യായപ്രമാണത്തെ ഒന്ന് വിപുലീകരിക്കുന്നതായിട്ട്, ഒന്ന് വിശാലപ്പെടുത്തുന്നതായിട്ട്, ഒന്ന് വലുതാക്കുന്നതായിട്ട്, ഒന്ന് വലിച്ചു നീട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പറയുകയാണ്, നിങ്ങൾ കൊലപാതകം ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ദേഷ്യത്തിൽ നിങ്ങൾ കോപിച്ചിട്ട് ഒരു വ്യക്തിയെ ശകാരിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ നിങ്ങൾ മണ്ട എന്ന് വിളിക്കുകയാണെങ്കിൽ, പൊട്ട എന്ന് വിളിക്കുകയാണെങ്കിൽ അത് കൊലപാതകത്തിന് സമമാണ്. വീണ്ടും കർത്താവ് അടുത്ത കൽപ്പന എടുക്കുകയാണ്, വ്യഭിചാരം ചെയ്യരുത്. ആ കൽപ്പന എടുത്തിട്ട് കർത്താവ് അതിനെയും ഒന്ന് വിശാലപ്പെടുത്തുകയാണ്, വിപുലീകരിക്കുകയാണ്. കർത്താവ് പറയാണ്, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നിങ്ങൾ അവരെക്കുറിച്ച് മനസ്സിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ അത് വ്യഭിചാരത്തിന് സമമാണ്. എന്ന് വെച്ചാൽ മനസ്സിൽ ചിന്തിച്ചാൽ മതി, അത് വ്യഭിചാരമായിപ്പോയി എന്നുള്ള രീതിയിലാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ ഒന്ന് ചേർക്കാൻ വേണ്ടി വന്ന ആളല്ലല്ലോ കർത്താവ്, പിന്നെ എന്തിനാണ് ഇതൊക്കെ വലിച്ചു നീട്ടുന്നത്? ആ കാലഘട്ടത്തിലുള്ള അവിടെയുള്ള ആളുകൾക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാവുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെന്താ ചിന്തിക്കുന്നത്? അയ്യോ, നമ്മൾ അറിയാതെ പോലെ നോക്കിപ്പോയാൽ വലിയൊരു പാപമായി പോവും, കർത്താവ് നമ്മളെ അടിക്കും. നമ്മൾ ആരോടെങ്കിലും കോപിച്ചിട്ട് അവരെ എന്തെങ്കിലും വിളിച്ചു പോയാൽ നമ്മൾ നരകത്തിലേക്ക് തള്ളപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതല്ല കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് 3 കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, ഈ പാപത്തിൻ്റെ ആരംഭം എവിടെയാണ് എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അത് പിന്നീട് വേറൊരു അധ്യായത്തിൽ മത്തായി അത് വിശദീകരിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് കൊലപാതകം, വ്യഭിചാരം ഇതുപോലെയുള്ള ചിന്തകൾ ആരംഭിക്കുന്നത്. ആ ആരംഭം എവിടെയാണ് എന്നുള്ളത് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ന്യായപ്രമാണിസ്റ്റും ശാസ്ത്രിമാരും ഇവരൊക്കെ ഞങ്ങൾ ന്യായപ്രമാണം കൃത്യമായിട്ട് അനുസരിക്കുന്ന വ്യക്തികളാണ് എന്ന് അന്ന് വരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. പക്ഷെ കർത്താവ് ഈ രീതിയിൽ ഈ ന്യായപ്രമാണം വിശദീകരിക്കുമ്പോൾ അവരൊക്കെ ഇപ്പോൾ ന്യായപ്രമാണം പൂർണ്ണമായിട്ടും അനുസരിക്കാൻ കഴിയാത്ത ബലഹീനരായിപ്പോയ വ്യക്തികളുടെ, സാധാരണ മനുഷ്യരുടെ ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ അവരുടെ കഴിവില്ലായ്മ, മനുഷ്യൻ്റെ കഴിവില്ലായ്മ, ഈ ന്യായപ്രമാണത്തെ മുഴുവനായും അനുസരിക്കാൻ മനുഷ്യന് കഴിവില്ല എന്നും കൂടെ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ചുങ്കക്കാരും പാപികളുമാണ്. ഇവരെയൊക്കെ സിനഗോഗിൽ നിന്ന് ഓൾറെഡി പുറത്താക്കിയിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും, ഇവർക്ക് സിനഗോഗിൽ അംഗത്വമില്ല. എന്താ കാരണം? കാരണം പറയുന്നത് ഇവർ ഐഡൽ വർഷിപ്പേഴ്സിൻ്റെ കൂടെ, എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെ
നമസ്കരിക്കുന്നവരോട് കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു. അപ്പോൾ വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത് എന്ന് മാത്രമേ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവർ ആ ന്യായപ്രമാണത്തെ വിശാലപ്പെടുത്തി വലുതാക്കിയിട്ട് ഇവർ തന്നെ പറയാണ്, ഈ ശാസ്ത്രിമാരൊക്കെ പറയാണ്, വിഗ്രഹത്തെ ആരാധിക്കുക എന്നത് പോയിട്ട് വിഗ്രഹത്തെ കാണാൻ പോലും പാടില്ല എന്ന് പോയിട്ട് വിഗ്രഹത്തെ കണ്ട് അതിനെ നമസ്കരിക്കുന്ന വ്യക്തികളുടെ കൂടെ നിങ്ങൾ കഴിക്കാൻ പോലും പാടില്ല. നിങ്ങൾ അവരെ കൂടെ കൂട്ടായ്മ ആചരിച്ചാൽ, നിങ്ങൾ അവരോട് കൂടെ പോയി ഭക്ഷണം കഴിച്ചാൽ മതി, നിങ്ങളൊരു വിഗ്രഹ ആരാധിയായി. അതേമാതിരി ശബത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം കൊടുത്തതാണ്. ആ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ലിസ്റ്റിൽ ഇവര് മറ്റുള്ളവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, കഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു രോഗമുണ്ടെന്നിരിക്കട്ടെ, അന്ന് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോലും പാടില്ല. ഇനി ഡോക്ടറെ മാതിരിയുള്ള യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുകയാണെങ്കിൽ ആ സൗഖ്യം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ആ സൗഖ്യം സ്വീകരിക്കാൻ വേണ്ടി ശബത്തിന്റെ ദിവസം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവർ കുറച്ച് ധാന്യം പറിച്ചു തിന്നു. അതിനെ ഇവര് ഒരു വലിയ വിളവെടുത്തത് മാതിരി, അല്ലെങ്കിൽ ഒരു ധാന്യം ഉള്ള വലിയൊരു ഫീൽഡിനെ മുഴുവൻ കൊയ്തിട്ട് അതിൻ്റെ വിളവെടുത്തത് മാതിരിയുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് പറയാണ്, ഇവർ ശബത്തിന്റെ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ ശബത്ത് ദൈവം കൊടുത്തതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്ക് സ്വസ്ഥത കിട്ടാൻ വേണ്ടി, റെസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ശബത്ത് കൊടുത്തത്. അധ്വാനിക്കുന്ന മനുഷ്യർക്ക്, വേലക്കാർക്ക്, മൃഗങ്ങൾക്ക്, ഇവർക്കെല്ലാവർക്കും ഒരു സ്വസ്ഥത, ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു വിശ്രമം, സ്വസ്ഥത എന്ന് പറയുന്ന കാര്യം കിട്ടുന്നതിന് പകരം വിശ്രമവും സ്വസ്ഥത ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആൾക്കാരെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ശബത്തിന്റെ നിയമങ്ങളെ വലിച്ചു നീട്ടിയിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും ഇപ്പോൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, ഈ വ്യക്തി ഈ രോഗമുള്ളത് കൊണ്ട് അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. ഇവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ രോഗാത്മാവിനെ ഞാൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് എന്ത് വന്നു? സ്വസ്ഥത വന്നു. അപ്പോൾ സ്വസ്ഥത വരുത്തുന്ന കാര്യങ്ങൾ, സൗഖ്യം വരുത്തുന്ന കാര്യങ്ങളല്ലേ ശബത്തിന്റെ ദിവസം ചെയ്യേണ്ടത്? അതിന് പരീശന്മാർക്കും ശാസ്ത്രന്മാർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അവർക്കറിയാം, അവർ ന്യായപ്രമാണം വായിച്ചിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്, സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി ആണ് ഈ ശബത്ത് എന്ന് പറയുന്ന നിയമം ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവഭാഗത്തുള്ള ചില കൽപ്പനകൾ, അവർക്ക് ലാഭകരമായിട്ടുള്ള ചില കൽപ്പനകൾ, അവർക്ക് മറ്റുള്ളവരെ വിധിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ചില കൽപ്പനകൾ, എന്നുവെച്ചാൽ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കണം, അങ്ങനെയുള്ള കൽപ്പനകൾ ഈ ശാസ്ത്രിമാരും പരീശന്മാരും വലിച്ചു നീട്ടിയിട്ടുണ്ട്. അതേമാതിരി അവർക്ക് തിരിച്ച് ഒരു പണി എന്നുള്ള രീതിയിലാണ് കർത്താവ് വാസ്തവത്തിൽ കൊലപാതകം, വ്യഭിചാരം പോലെയുള്ള കൽപ്പനകൾ വലിച്ചു നീട്ടിയിരിക്കുന്നു. കർത്താവ് പറയാണ്, ഈ കൽപ്പനകൾ വലിച്ചു നീട്ടിയാൽ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമോ? പറ്റൂല എന്ന് എനിക്കറിയാം. അതേപോലെയാണ് ഈ സാധാരണക്കാരായ ചുങ്കക്കാരും. അവർക്കും നിങ്ങൾ ഈ വലിച്ചു നീട്ടി കൊടുത്തിരിക്കുന്ന കൽപ്പനകളെ ചിലപ്പോൾ അനുസരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരോട് നിങ്ങൾ എന്ത് കാണിക്കണം? ദയ കാണിക്കണം. അപ്പോൾ ആ മത്തായി 5, 6, 7 നടുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് പറയാണ്, വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന അളവിനാൽ നിങ്ങളും വിധിക്കപ്പെടും. കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഇപ്പോൾ തെറ്റായ രീതിയിൽ, തെറ്റായ അളവുകോൽ വെച്ചുകൊണ്ട് ചുങ്കക്കാരെയും പാപികളെയും വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സഭയിൽ നിന്നും അവരുടെ കൂട്ടായ്മകളിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ കർത്താവ് അവരോട് പറയാണ്, ഞാൻ ചില കൽപ്പനകൾ വലിച്ചു നീട്ടാം, നിങ്ങൾക്കതനുസരിക്കാൻ കഴിയുമോ? ഇല്ല. അതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ നിങ്ങളെ പുറത്താക്കിയാൽ എങ്ങനെ ഇരിക്കും? അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ? സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ഈ വലിച്ചു നീട്ടി കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ അതേപടി എല്ലാവരും അനുസരിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാപം എവിടെ ആരംഭിക്കുന്നു?
ഇപ്പോഴത്തെ മനുഷ്യരുടെ അവസ്ഥ, പാപത്തെ ജയിക്കാൻ കഴിയാത്ത അവസ്ഥ എന്താകുന്നു, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും, കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റായ, നീതിയില്ലാത്ത മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ്.